പരമാവധി പിന്തുണ നൽകുന്ന ഒരു ജനതയാണ് ഇവിടുള്ളത്. അവർ പരമാവധി പിന്തുണ അവർക്ക് നൽകുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദൗത്യ സംഘാംഗത്തിന് കാര്യമായ പരുക്ക് ആകരുത് എന്ന ഒരു പ്രതീക്ഷയാണ് അല്ലേ? നിങ്ങളൊക്കെ അങ്ങനെയാണ്? തീർച്ചയായിട്ടും. കാരണം അവരുടെ ഉപജീവനാർത്ഥം അവരുടെ ജീവിതസാരം അവസ്ഥയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെപ്പോലെ തന്നെ കുടുംബം കുട്ടികളുള്ള ആളുകളാണ്. അപ്പോൾ അവർ തീർച്ചയായിട്ടും അവർ നമ്മളെ സംരക്ഷകരാണ്. ഈ വന്യമൃഗങ്ങളൊക്കെ നമ്മളെ സംരക്ഷിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു അപകടം പറ്റുക എന്നുള്ളത് തീർച്ചയായിട്ടും ഞങ്ങൾ കൊടുത്ത ഒരാൾക്ക് പറ്റുന്ന പോലെ തന്നെയാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒന്നും പറ്റാതിരിക്കട്ടെ. പറ്റാതെ തന്നെ നമുക്ക് ഈ നരഭോജിയായിട്ട് കടുവയെ പിടികൂടാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. വലിയ വിഷമം. അവരുടെ ജീവൻ പണയം വെച്ചാണ് തീർച്ചയായിട്ടും എല്ലാ ജീവൻ ഏതൊരു ജീവനും അതിൻ്റെ വിലയുണ്ടല്ലോ. പിന്നെ എല്ലാ മനുഷ്യന്റെ ജീവൻ തുല്യമാണല്ലോ. അപ്പോൾ ഞങ്ങളുടെ ആയാലും അവരുടെ ആയാലും ജീവൻ എന്ന് പറഞ്ഞ ജീവൻ തന്നെയാണ്. അപ്പോൾ അത് ഒരാളെങ്കിലും നഷ്ടപ്പെടാൻ പാടില്ല. അത് വനംവകുപ്പുകാരായാലും ശരി, പിന്നെ എന്താണ് നമ്മൾ സാധാരണക്കാരായ ആരോ ഒരു വ്യക്തിയുടെ ജീവൻ നഷ്ടപ്പെടുന്നൊരു പിന്നെ എന്താണ് അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെ ഞങ്ങളുടെ നാട്ടുകാരുടെ അഭിപ്രായം. ഈ കാര്യത്തിൽ ഞങ്ങളെല്ലാ പിന്തുണയും അവർക്കുണ്ടാവും, എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. ന്യായമായ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ അവരോടൊപ്പം തന്നെ ഉണ്ടാവും. ഇതാണ് സാധാരണക്കാരായ ആളുകളുടെ പ്രതികരണം. അവരൊരു പരുക്കും പറ്റാതെ സുരക്ഷിതരായി ഈ കാടിന് പുറത്തേക്ക് എത്തട്ടെ എന്നൊരു ആഗ്രഹം, പ്രതീക്ഷയാണ് അത് പങ്കുവച്ചത്. എല്ലാ ജീവനുകളും ഒരുപോലെയാണ്. അതുകൊണ്ട് അവർക്കും ഒരാപത്തും വരാതെ എത്തട്ടെ. എന്നാൽ കടുവയെ കുടുക്കാൻ ഈ ദൗത്യസംഘത്തിന് കഴിയട്ടെ എന്നൊരു ആഗ്രഹവും അവരുടെ മനസ്സിലുണ്ട്. എന്തായാലും നമ്മൾ കാത്തിരിക്കുന്ന ആ ശുഭവാർത്ത ഈ കാട്ടിന് പുറത്തേക്ക് വൈകാതെ എത്തുമെന്ന് തന്നെ നമുക്ക് ആശിക്കാം. അല്പം വൈകാതെ കടുവ കൂട്ടിലായി അല്ലെങ്കിൽ വീണ്ടും RRT സംഘങ്ങൾ ആ കാട്ടിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഒരു സ്കൂട്ടറിൽ ഈ വാഹനം വനംവകുപ്പിന്റെ വാഹനമൊക്കെ ഇട്ടിപ്പോൾ ഇരുചക്ര വാഹനത്തിലാണ് RRT സംഘം കാട്ടിലേക്ക് പോകുന്നത്. തോക്കുമൊക്കെ കൈവശമുണ്ട്. അതുകൊണ്ട് ഈ സമീപപ്രദേശങ്ങളിലൊക്കെ ഡ്യൂട്ടി നോക്കുന്ന RRT സംഘങ്ങളെയൊക്കെ ഈ കാട്ടിലേക്ക് വിന്യസിക്കുന്ന ഒരു കാഴ്ച. അതുകൊണ്ട് നമ്മൾ കാത്തിരിക്കുന്ന ആ വാർത്ത തന്നെയാണോ ഇനി വരും മണിക്കൂറുകളിൽ എത്തുക എന്നതിനെക്കുറിച്ചാണ് നമ്മൾക്കറിയേണ്ടത്. കടുവ വെടിയേറ്റ കടുവയുമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പുറത്തേക്ക് വരുമോ? ജനങ്ങൾ ഒന്നടങ്കം കാത്തിരുന്ന ആ ശുഭവാർത്ത ഇനി എത്ര നേരം ഉണ്ട് എന്നതാണ് നമുക്ക് അറിയേണ്ടത്. അതാണ് സാഹചര്യം. ഏതായാലും ആശങ്കാജനകമായ നിമിഷങ്ങളാണ്. ഈ പരിക്കേറ്റ RRT സംഘാംഗത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. പരിക്ക് ഗുരുതരമല്ല എന്നാണ് അന്വേഷണം ലഭിച്ച വിവരം. അത് വ്യക്തമാക്കണം. ഒപ്പം കടുവയ്ക്ക് വെടിയേറ്റോ എന്ന കാര്യത്തിൽ ചില ആശങ്കകൾ, അത്തരത്തിലുള്ള ചില വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ നാട്ടുകാരുടെ ഒരു കാത്തിരിപ്പ് ഒരുപക്ഷേ അത് അവസാനമായേക്കാം എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് കൂടുതൽ RRT സംഘങ്ങൾ, പോലീസ് സംഘാംഗങ്ങൾ അങ്ങോട്ടേക്ക് എത്തുന്ന പശ്ചാത്തലമുണ്ട്. അത് വലിയ തോതിൽ ഈ സംഭവിച്ച കാര്യങ്ങളിൽ ഒരു വ്യക്തത വരാത്ത തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ട സാഹചര്യമുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നാട്ടുകാരവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. അവരൊക്കെ ചില കാര്യങ്ങൾ പോലീസിനോട് പങ്കുവെക്കുന്നുണ്ട്. അല്പസമയം മുമ്പാണ് ഈ വിവരം പുറത്തേക്ക് വരികയും മറ്റും ചെയ്തത്. RRT സംഘാംഗമായ ജയസൂര്യ തറാട്ട് മേഖലയിൽ വെച്ചാണ് ജയസൂര്യക്ക് പരിക്കേറ്റത് എന്നാണ് മനസ്സിലാക്കുന്നത്. വനം വകുപ്പ് സംഘാംഗങ്ങൾ കുറേയേറെ ആളുകൾ അകത്തേക്ക് പോയിരുന്നു. അവർക്ക് ചില വ്യക്തതകൾ വരേണ്ടതുണ്ട്. പക്ഷെ മാധ്യമങ്ങളോട് പല കാര്യങ്ങളും പങ്കുവെക്കുന്നില്ല. കൃത്യമായ സന്ദേശം വനം വകുപ്പ് സംഘാംഗങ്ങൾക്ക്, ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതനുസരിച്ചുള്ള തിരച്ചിലും മറ്റു കാര്യങ്ങളും അവിടെ പുരോഗമിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. എന്താണ് സത്യത്തിൽ സംഭവിച്ചത്, യഥാർത്ഥ സംഭവം എന്താണ് എന്ന കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. അതിന് നമ്മൾ കാത്തിരിക്കേണ്ടി വരും. കാരണം വന്ന വിവരമനുസരിച്ച് മാനന്തവാടി RRT സംഘം ജയസൂര്യക്കാണ് പരിക്കേറ്റത് എന്നുള്ള വിവരമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ നൽകാനുള്ളത്. അതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമാകണം. ഏതായാലും പരിക്ക് ഒട്ടും വലിയ ഗുരുതരമല്ല എന്നുള്ള വാർത്ത പുറത്തു വന്നത് ആശ്വാസകരമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ജയസൂര്യയ്ക്ക് പരിക്കേറ്റു എന്ന് മാത്രമാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം.